പ്രണയിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? പക്ഷേ നമ്മൾ പ്രണയിക്കുന്ന നമ്മുടെ പങ്കാളി നമ്മളെ യഥാർത്ഥമായിട്ടാണോ പ്രണയിക്കുന്നത്, അതൊരു ടോക്സിക് ആയിട്ടുള്ള പ്രണയമാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതൊന്ന് നോ പറഞ്ഞ് പുറത്തു വരേണ്ടത് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സിംറ്റംസ് എന്താണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ക്രിറ്റിസിസം ആണ്. അതായത് നിരന്തരമായിട്ട് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ തന്നെ, ഒരു സെൽഫ് മോട്ടിവേഷനെ തന്നെ കുറയ്ക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് കൺട്രോൾ ആൻഡ് മാനിപ്പുലേഷൻ. അതായത് നിങ്ങൾ ആരോട് സംസാരിക്കണം, എങ്ങോട്ട് പോകണം, ഏത് ഡ്രസ്സ് ഇടണം, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് റിപ്പീറ്റഡ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കുകളായിട്ട് മാറുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് സമയത്തും ആർഗ്യുമെന്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. നാലാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്. എല്ലാ കാര്യത്തെയും സംശയത്തോടു കൂടി മാത്രം നോക്കുന്നത്. അതായത് എല്ലാ കാര്യത്തിനും തെളിവ് നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും അതിനെ വിശ്വസിക്കാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു റിലേഷൻഷിപ്പിൽ കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് തോന്നും അത് ഓവർ പ്രൊട്ടക്ഷൻ ആണ്, ഓവർ കെയറിംഗ് ആണ് എന്നെല്ലാം ചില ആളുകൾ അത് ചിന്തിച്ചേക്കാം. പക്ഷേ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ സിംറ്റംസ് ആണ്. അതുകൊണ്ട് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കോൺഫിഡൻറ്റോടെ നോ പറഞ്ഞ് പുറത്തു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.